ഹായ് ഹലോ എവരിവൺ വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ നമ്മുടെ ഒപ്പമുള്ളത് കാലം പറഞ്ഞ കഥ എന്ന സിനിമയിലെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. പ്രൊഡ്യൂസറും പിന്നെ അത് സിനിമയിലൂടെ നമ്മുടെ മുന്നിൽ എത്തുന്ന രണ്ട് കഥാപാത്രങ്ങളുമാണ്. ഇതില് ഉപരി പ്രൊഡ്യൂസറും അങ്ങനെ കഥാപാത്രത്തിന് അപ്പൊ ഒരു ഫാമിലിയും കൂടിയാണ്. അപ്പൊ വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. ആദ്യം തന്നെ നമുക്ക് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എന്റെ പേര് കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി. ഞാനൊരു ഹെഡ് മാസ്റ്റർ ആയിരുന്നു, റിട്ടയർ ചെയ്തു. പിന്നെ ഞാൻ നാടകകൃത്താണ്. 59 നാടകങ്ങൾ ഞാൻ എഴുതും. അശ്വതി ഭാവന, കൊല്ലം അശ്വതി ഭാവന എന്ന് പറയുന്ന പ്രൊഫഷണൽ ട്രൂപ്പാണ്. കുട്ടിയടത്ത് വിലാസിനിയും അടൂർ പങ്കജവും ഒക്കെ വളരെ ഫേമസായ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച ഒരു സമിതിയാണിത്. ഇപ്പൊ എന്റെ 59ാമത്തെ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്, അക്കരെ പെയ്ത മഴ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു കൊറോണ കാലത്ത് നാടകക്കാരുടെ ദുഃഖം മാറാനായിട്ട് കൊറോണക്കാരെ ആ കാലത്ത് നാടകക്കാരെ വെച്ചിട്ടൊരു മൂവി ചെയ്ത് അത് OTT-ലാണ് റിലീസ് ചെയ്തത്. നല്ലതുപോലെ എപ്പോഴും കിടപ്പുണ്ട്, ഇടത് വലത് തിരിഞ്ഞ്. അതിനകത്ത് നല്ല പാട്ടുകളും നല്ല അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ച് ഇക്കാലഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്ത് സംഭവിച്ചു, നമ്മുടെ ചെറുപ്പക്കാരിൽ പലരും ക്രൈം ചെയ്യുന്നവരായി മാറിയിരിക്കും. അതിന്റെ ഗ്രാസ് റൂട്ട് എന്താണ് എന്നുള്ള, നമ്മുടെ നാട്ടിൽ പല പല കുടുംബത്തെ പോലും കൊന്നു കൊടുക്കുന്ന ഒരു സംഭവത്തിലേക്ക് ചെറുപ്പക്കാർ നീങ്ങിയതായ കഥകൾ, നമുക്ക് കഥകളല്ല സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ സംഭവം, ഇതിനെ എങ്ങനെ ഒരു കലാകാരൻ എന്ന നിലയില എനിക്കതിനെ മാറ്റാൻ കഴിയും? നാടകമാകുമ്പോൾ കുറച്ചാളുകൾക്ക് മാത്രമേ അത് വന്നിരുന്നവർക്ക് മാത്രമേ കാണാനൊക്കത്തുള്ളൂ. ഒരു സിനിമയാണെങ്കിൽ അത് കുറെ കൂടെ വൈഡായിട്ട് ഈ സന്ദേശം എത്തിക്കാൻ എന്നെ കൊണ്ട് കഴിയും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ രണ്ടാമതൊരു മൂവി ചെയ്യാൻ. ഞാൻ നേരത്തെ ഒരു മൂവി തമിഴ് ചെയ്യാൻ ശ്രമിച്ചു, ദേവലക്കര ചെല്ലപ്പൻ എന്ന സംവിധായകനെ വെച്ച്. അത് നടന്നില്ല. മധുവും പിന്നെ മനോരമയും ഡൽഹി ഗണേശും ത്യാഗരാജനെ വെച്ച് 10-15 വർഷത്തിന് മുമ്പ് അത് നടന്നില്ല. പിന്നെ ഞാൻ രണ്ടാമത് എടുത്ത സിനിമയായിരുന്നു ഈ ഇടതുപോലെ ചെയ്തത്. മൂന്നാമതാണ് ഈ സിനിമ എടുക്കുന്നത്. അത് ഞങ്ങളുടെ നാടകശാല ഇന്റർനാഷണൽ മൂവീസിന് വേണ്ടിയാണ് ചെയ്തത്. നാടകശാല എന്ന് പറയുന്ന ഒരു ചരിത്രമാണ്. അതൊരു ചാരിറ്റി സൊസൈറ്റിയാണ്. അതിനകത്ത് പിന്നെ ഞങ്ങൾ മാസം തോറും യോഗങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചാരിറ്റി, ഞങ്ങൾ 2 പെൻഷനറാണ്. ഇവിടെ സ്റ്റേറ്റ് ടാക്സ് സൂപ്രണ്ടായിരുന്നു, പെൻഷനായി. ഞാൻ ഹെഡ് മാസ്റ്ററായി. ഞങ്ങളുടെ ഒരാളിന്റെ പെൻഷൻ തുക എപ്പോഴും എല്ലാ മാസത്തിലും പാവങ്ങൾക്കും കലാകാരന്മാർക്കും ഭക്ഷ്യക്കിറ്റ് വാങ്ങാനായിട്ട് കൊടുക്കും. കൂടാതെ ഞങ്ങളൊരു മാഗസിൻ നടത്തുന്നുണ്ട്, നാടകശാല മാഗസിൻ. അത് എല്ലാ മാസവും പ്രസിദ്ധീകരിക്കുന്നത്. ഇത് 62ാമത്തെ മാഗസിനാണ്. ഇതിനകത്ത് 32 പേരെ കൊണ്ട് ഞാൻ എഴുതിക്കുന്നു. 3000 കോപ്പിയുണ്ട്. ഇത് സൗജന്യമായിട്ടാണ് വിതരണം ചെയ്യുന്നത്. ഇതിന്റെ പരസ്യമായിട്ടൊരു 15 പേരുണ്ട്, 15,000 കിട്ടും. ബാക്കി എന്റെ മകൾ ഇപ്പോൾ നഴ്സാണ്, സൗദിയിലാണ്. എൻ്റെ ഒരു മകനുണ്ട്, മെഡിക്കൽ സർവീസിലാണ്. അവൻ കൂടെ ചേർന്നാണ് ബാക്കി ഇതിന്റെ തുക കളഞ്ഞ് ആരിൽ നിന്നും ഒരു നയാ പൈസ പിരിക്കില്ല. അങ്ങനെ ചാരിറ്റി ആയിട്ട് പോകുന്ന ഒരു സമിതിയാണ് നാടകശാല. ആ നാടകശാല ഇന്റർനാഷണൽ മൂവീസിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു ആശയം വരികയും ചെയ്യാൻ വേണ്ടി ഒരു മൂവി എടുക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ മൂർനാട് പ്രസാദ് എൻ്റെ അടുത്ത കഴിഞ്ഞ മൂവി ചെയ്ത ആളാണ്, നമ്മുടെ സുഹൃത്താണ്. അത് മുമ്പ് മാത്രമല്ല, എൻ്റെ വൈഫ് അദ്ദേഹം ചെയ്ത ഒരു സീരിയലിനകത്ത് അഭിനയിച്ചൊരു 13 വർഷം അമ്മ അമ്മായി എന്ന് പറയുന്ന ഒരു സീരിയലിനകത്ത് അഭിനയിച്ച് അങ്ങനെയുള്ള പരിചയമുണ്ട്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ നമുക്ക് ചെയ്യാം, കുറഞ്ഞ ബഡ്ജറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. കുറഞ്ഞ ബഡ്ജറ്റ് ഇട്ടെങ്കിൽ തന്നെയും ഇപ്പൊ 1 കോടിയുടെ മുകളിലേക്ക് സംഭവം മാറിക്കഴിഞ്ഞു. കുറെ സിനിമാ താരങ്ങളുണ്ട്. പിന്നെ അജാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പുലിമുരുകനകത്ത് മോഹൻലാലിന്റെ പ്രായത്തിന് അനുഭവിച്ച് പുലിമുരുകൻ, ആ കുട്ടി ഇപ്പൊ മുതിർന്ന പുരുഷനായി, അവനെ നായകനാക്കി. പിന്നെ സാന്ദ്ര എന്ന് പറയുന്ന കുട്ടി ഇപ്പൊ ഡോക്ടറാണ്. അവള് പിന്നെ ചെറിയ ചാനലുകളിലൊക്കെ ചെറിയ വേഷം ചെയ്ത കുട്ടിയാണ്, അത് നായികയാക്കി. പിന്നെ നമ്മുടെ കുറെ അരിസ്റ്റോ സുരേഷ്, കൊല്ലം തുളസി, പിന്നെ ഗുരുവായൂർ ശിവജി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കുടശനാട് കനകം, രശ്മി അനില്, പിന്നെ സാരംഗി, നിഷ സാരംഗി, പിന്നെ ചേട്ടർ ജയൻ, ഇങ്ങനെയുള്ള കുറെ സിനിമാ താരങ്ങളും
എല്ലാവരെയും കൊണ്ടായി ചെയ്ത ഒരു 2 മണിക്കൂർ 10 മിനിറ്റുള്ള ഒരു സിനിമയാണിത്. ഇതിനകത്ത് 6 പാട്ടുകളുണ്ട്. ഈ 6 പാട്ടുകൾ നല്ല രീതിയിൽ അജാസ് നല്ല നർത്തകനാണ്. അതുപോലെ ഈ നായിക ഹീറോയിൻ റിയാലിറ്റി ഷോയിലൊക്കെ അതുപോലെ തന്നെ നായിക നല്ല ഡാൻസറാണ്. നല്ല ഒരു 3 ഡാൻസ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത്, അല്ലാതെ ഈ വയലാർ സരസ്വതി വർമ്മ, ആലിങ്കൽ, രാജീവ് ആലിങ്കൽ, പിന്നെ മുരുകൻ കാട്ടാക്കട, ഇങ്ങനെയുള്ള ഒരു 5 പേരെ കൊണ്ട് 6 പാട്ടുകൾ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സസ്പെൻസ്, സിത്താര കൃഷ്ണകുമാർ, സൂര്യനാരായണൻ, പിന്നെ ഇതിന് സംഗീതം ചെയ്തതെന്ന് പറഞ്ഞാൽ SP വെങ്കടേഷ് എന്ന് പറയുന്ന മഹാന്റെ മകനാണ് ഇതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സംഗീതവും ചെയ്തിരിക്കുന്നത്. പിന്നെ അജയ് രവി എന്ന് പറയുന്ന ഒരാളും കൂടി ഇതിന്റെ 2 പാട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സംഗീതത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു മൂവിയാണിത്. ഒരു സസ്പെൻസ് ഉണ്ട്, സസ്പെൻസ് ത്രില്ലറാണ്. ഈ കൊലപാതകം മാത്രമല്ല, മനുഷ്യൻ എങ്ങനെ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നു അതിന്റെ റൂട്ട് കണ്ടുപിടിച്ച് ആ ചെറുപ്പക്കാരെ നമ്മൾ ഇന്ന് നയിക്കണം, അതിനെന്ത് ഗവൺമെന്റ് ചെയ്യാൻ കഴിയും എന്നാണ് ഇതിന്റെ സന്ദേശം കൊടുത്ത ഒരു മൂവിയാണ് ഇത് ചെയ്തിരിക്കുന്നത്.